ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. എന്താണ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ, ചിലപ്പോൾ അത് പൈസയായിരിക്കാം. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടത്, ഒരു മെറ്റീരിയലിസ്റ്റിക്കായ എല്ലാ കാര്യങ്ങളും വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ നല്ല ഡ്രസ്സായിരിക്കാം, അല്ലെങ്കിൽ നല്ല വീടോ നല്ല വാഹനമോ, അങ്ങനെ എന്താണെങ്കിൽ പോലും അത് ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് വേണ്ടിയ കാര്യങ്ങൾ കുറേ ആൾക്കാർ അതിനു വേണ്ടിയിട്ടൊക്കെ പ്രയത്നിച്ച് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരും അത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ, നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടാത്ത ചില കാര്യങ്ങൾ, അത് നിങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സമയമാണിത്. അതുമാത്രമല്ല, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ അതൊക്കെ മറികടന്ന് ഒന്ന് സന്തോഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഒരു പ്രൗഢിയോടെ നിൽക്കുന്ന ഒരു എനർജിയാണ് ഈ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്. അങ്ങനത്തെ ഒരു എനർജിയാണ്. നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ കാണിക്കാനും കൂടിയുള്ളൊരു സമയമാണ്. പിന്നെ നിങ്ങൾ പാസ്റ്റിൽ ചെയ്തിരുന്ന ഒരു കാര്യത്തിന് റിവാർഡ് ഈ സമയം കിട്ടുന്നുവെന്നും കാണുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾക്ക് മറ്റുള്ളവരെ ഈ സമയം സംരക്ഷിക്കാൻ പറ്റുന്നുവെന്നും കാണുന്നുണ്ട്. പിന്നെ സ്ട്രെങ്ത് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കുള്ള കഴിവുകൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. നിങ്ങളുടെ പവർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ എടുത്തു ചാടി പല കാര്യങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ എടുത്തു ചാടി ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് പല കാര്യങ്ങളും നിയന്ത്രിക്കാൻ കഴിവുണ്ട്. മാത്രമല്ല, മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവരും കൂടി നിങ്ങളെ അനുസരിക്കുന്നു എന്നുള്ളതാണ്, നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. എന്ത് വന്നാലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു തോന്നൽ ഈ ഒരു സമയം നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ്. പിന്നെ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കി, മാത്രമല്ല ഒരു പൂർണ്ണതയിലേക്കുള്ളൊരു എത്തിച്ചേരലാണ്. നിങ്ങൾ പൂർണ്ണതയുള്ളൊരു ആളാണെന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് കുറേ തിരിച്ചറിവുകളും കുറേ പ്രശ്നങ്ങളുമൊക്കെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴാണ് നിങ്ങൾ എന്താണെന്നുള്ളത് സ്വയം തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റിയത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളാകാൻ പറ്റിയത് അത്തരം സാഹചര്യങ്ങളെ ഫേസ് ചെയ്തുകൊണ്ട് മാത്രമാണ്. അതുവരെ നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടാവാം.
അതായത് ആ ഒരു സമയത്ത് നിങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയുള്ള ആ ഒരു ചുറ്റുപാടിൽ മാത്രം നിങ്ങളെ തളയ്ക്കപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങളന്ന് ആ ഒരു ചുറ്റുപാടിൽ ഒരുപാട് ഹാപ്പി ആയിരുന്നിരിക്കാം. അതിൽ നിങ്ങൾ കംഫർട്ടബിൾ ആണെന്നാണ് നിങ്ങൾ അന്ന് വിചാരിച്ചിരുന്നത് എങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ഫ്രീ ആയി എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഫ്രീഡം കിട്ടി എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ ആരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് നിങ്ങൾ ഈ ഒരു സമയം തിരിച്ചറിയുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്കൊരു ട്രാവൽ കാണുന്നുണ്ട്. നിങ്ങൾ ജോലി സംബന്ധമായോ അല്ലാതെയോ ഒക്കെ ഒരു ട്രാവൽ നടത്തുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ചാരിയറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള പ്രതിഫലം കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പാസ്റ്റിൽ ഒരുപാട് ബുദ്ധിമുട്ടി ചെയ്ത എന്തോ ഒരു പ്രവൃത്തിക്ക്, അല്ലെങ്കിൽ അത്രമാത്രം എഫേർട്ട് എടുത്ത എന്തോ ഒരു കാര്യത്തിന് പ്രതിഫലം വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കർമ്മഫലം അനുഭവിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ശരിക്കും നിങ്ങൾ കുറേയധികം കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യത്തെ ഈ സമയം തിരഞ്ഞെടുക്കുന്നുണ്ടാവാം. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ബാലൻസ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവാം. നിങ്ങൾക്കൊരു ദൃഢനിശ്ചയം ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട്. എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു ദൃഢനിശ്ചയം നിങ്ങൾക്ക് ഈ സമയം വരുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ വിൽ പവർ നിങ്ങൾ പ്രകടിപ്പിക്കും എന്നുള്ളതാണ്. നിങ്ങൾ എന്താണെന്ന് മറ്റുള്ളവർക്ക് കൂടി ഈ സമയം മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. മാത്രമല്ല പബ്ലിക് റെക്കഗ്നേഷൻ കിട്ടുന്നു എന്നാണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ എന്താണ് എന്ന് നിങ്ങളുടെ കൂടെയുള്ളവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരെയാണ് നിങ്ങൾ ഡീല് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഈ സമയം അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ്, എന്തെല്ലാം കഴിവുകൾ നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ആളാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. പിന്നെ എംപററാണ്. അപ്പോൾ നിങ്ങളുടെ കൺട്രോളിലേക്കൊരു സിറ്റുവേഷൻ വരുന്ന ഒരു സമയമാണ്. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വലിയ വില കിട്ടുന്ന ഒരു സമയമാണ്. ഈ സമയം ശരിക്കും വളരെ അച്ചടക്കത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഓർഗനൈസ് ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ്സിൽ എത്തുന്നു എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റെടുത്തിട്ടുണ്ടാവാം. അപ്പോൾ അത് നിങ്ങൾ വളരെ വിജയത്തിലെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. പിന്നെ ക്യൂൻ ഓഫ് സോർട്സിൻ്റെ ഒരു എനർജിയാണ്. ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വ്യക്തമായി മറ്റുള്ളവരോട് പറയാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ്. ഒരുപക്ഷെ നിങ്ങളെ നേരത്തെ കളിയാക്കിയവരോടൊക്കെ ഒരു കാര്യങ്ങളും ആ ഒരു സമയം പറയാതിരുന്നുവെങ്കിൽ, ചിലപ്പോൾ പോട്ടെ എന്ന് കരുതി അതൊക്കെ വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സമയം വളരെ വ്യക്തമായിട്ട് അവരോട് കാര്യങ്ങൾ പറയുന്ന ഒരു സമയമാണ്. മാത്രമല്ല എന്തെങ്കിലും ഒരു കാര്യം ആരോടെങ്കിലും പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സമയം നിങ്ങൾക്ക് തോന്നും വ്യക്തമായിട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന്. ഈവൻ അത് കുടുംബത്തിലുള്ളവരോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ ഈവൻ ഫ്രണ്ട്സിനോടായാലും നിങ്ങൾ ഈ സമയം കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുമെന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് യാതൊരു ഭയവും തോന്നാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ആരോട് എന്തു പറയാനും നിങ്ങൾക്ക് ഭയം ഇല്ലാതിരിക്കും എന്നാണ് കാണുന്നത്. പിന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിരിക്കും എന്നുള്ളതാണ്. അത് പെട്ടെന്ന് എടുത്തു ചാടി നിങ്ങൾ പറയുന്നതല്ല. വളരെ പക്വതയോടെ മറ്റുള്ളവരോട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ്. അപ്പോൾ അവർക്ക് തോന്നും നിങ്ങൾ പറയുന്നത് ശരിയാണെന്നുള്ളത്. ഇവിടെ നിങ്ങൾ ഇമോഷൻസിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുമെന്നുള്ളതാണ്. നമ്മൾ ഇമോഷൻസിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് ഒരുപാട് വഴക്കൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൽ ഇമോഷൻസ് ഒന്നും ഇല്ലാതെ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള ഒരു ആളല്ല, പുതിയൊരു വേർഷനാണ് ഈ സമയം
ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇതിൽ കാണുന്നത്. അതുപോലെ ഒരു കാര്യത്തിനും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കില്ല എന്നും കാണുന്നുണ്ട്. പിന്നെ പേജ് ഓഫ് സോർട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ശരിക്കും പല കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായൊരു ധാരണ നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ചിന്തകൾ ഈ ഒരു സമയം വളരെ ക്ലാരിറ്റി ഉള്ളതായിരിക്കും. നിങ്ങൾ എന്തിനെപ്പറ്റി ചിന്തിച്ചാലും അത് ക്ലിയർ ആയിരിക്കും. നിങ്ങൾ ആലോചിക്കുന്നതൊക്കെ വളരെ ക്ലിയർ ആയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ക്ലാരിറ്റി വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനുള്ള ഒരു ക്ലാരിറ്റി ഈ സമയം നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് കാണുന്നുണ്ട്. ശരിക്കും ഒരു ചലഞ്ചൊക്കെ ഏറ്റെടുക്കാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഈ സമയം ഉണ്ടായിരിക്കും. അതായത് അതൊന്ന് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ വരുന്നത് വരട്ടെ, അതൊന്ന് ചെയ്ത് നോക്കാം, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ്. അങ്ങനെ വളരെ ധൈര്യപൂർവ്വം ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ചില കാര്യങ്ങളിൽ ആക്ഷനും എടുക്കുന്നു എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഡ്രീമറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ മറ്റുള്ളവരുടെ ഒരു സപ്പോർട്ട് വേണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളോട് പറയുന്നത് ഈ സമയം നിങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഉള്ള എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരശക്തി നൽകുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഫുൾ കാർഡാണ്. തീർച്ചയായും ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ഭയവും പേടിയും ഒക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളിൽ വിശ്വസിക്കുക. അപ്പോൾ നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസമുണ്ടെങ്കിലേ മറ്റുള്ളവരും നമ്മളെ വിശ്വസിക്കുകയുള്ളൂ. അതായത് നമുക്ക് നമ്മളിൽ വിശ്വാസമില്ലെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ളവർ നമ്മളെ നല്ല രീതിയിൽ കാണുന്നത്? അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ശരിക്കും ഒരു വിധിയിലും കൂടെയൊക്കെ നിങ്ങൾ വിശ്വസിക്കുക. എനിക്ക് നല്ലത് വരും. കാരണം നമ്മൾ നല്ല കർമ്മയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദൃഢമായിട്ട് തന്നെ വിശ്വസിക്കാൻ പറ്റും എനിക്ക് നല്ലത് തന്നെ വരുമെന്ന്. അപ്പോൾ അങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പിന്നെ 9 ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം ആസ്വദിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതായത് നിങ്ങൾ അധ്വാനിച്ചതിനുള്ള ഫലം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ ചെയ്ത ബിസിനസ്സിൽ നിന്നും ഒരു ലാഭവിഹിതം നിങ്ങൾക്ക് ലഭിക്കുന്നതാവാം, അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന ശമ്പളം നിങ്ങളിലേക്ക് എത്തുന്നതാവാം. അത്തരത്തിൽ നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു പണം, അതായത് നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ പണം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ പണം ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച പലതും നിങ്ങൾക്ക് വാങ്ങുവാനും അതിൽ നിങ്ങൾ സന്തോഷിക്കുന്ന ഒരു എനർജിയും ഒക്കെ ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ സ്വയം തൊഴിലൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷത്തോടെ അതിൽ പ്രവർത്തിച്ച് ആ ഒരു സംരംഭം വിജയത്തിലെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് വളരെ ലക്ഷറീസ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരിക്കാം നല്ലൊരു വില കൂടിയ ഫോൺ വാങ്ങണം എന്ന്. അപ്പോൾ അത്തരത്തിലൊരു ഫോൺ വാങ്ങുന്നതാവാം. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കുറച്ച് സാധനങ്ങൾ നിങ്ങൾ മേടിക്കുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ജസ്റ്റിസ് വന്നിട്ടുണ്ട്. ശരിക്കും നിങ്ങൾ വളരെ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ ആരുടെയും ഭാഗത്ത് നിൽക്കാതെ, ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് പോലും നിൽക്കാതെ വളരെ ഇൻഡിപെൻഡൻ്റായിട്ട് നിന്ന് നിങ്ങളുടെ മിസ്റ്റേക്കും ഒക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് തിരുത്താനുള്ളൊരു കാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കർമ്മഫലം ഈ സമയം നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യത്തിൽ ഒരു ഡീലിങ് നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നീതി കിട്ടുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ റിന്യൂവലാണ് വന്നിട്ടുള്ളത്. ശരിക്കും ഈ ഒരു സമയം നിങ്ങൾ മറ്റുള്ളവർക്ക് ഫൊർഗീവ്നെസ് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അതായത് പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികളെയോ അല്ലെങ്കിൽ വേദനിപ്പിച്ച വ്യക്തികളുടെ ആ ഒരു ഓർമ്മകൾ നിങ്ങളെ ഇപ്പോഴും വേദനിപ്പിക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ അവരോട് പുറത്തു കൊടുത്തിട്ടില്ല എങ്കിൽ വീണ്ടും അടുത്ത ജന്മത്തിലും ഈ വ്യക്തികൾ വീണ്ടും നമ്മുടെ ലൈഫിൽ വരും. അപ്പോൾ പൂർണ്ണമായിട്ടും അവരോട് ക്ഷമിച്ച് അവരെ ഫ്രീ ആക്കി വിടുക എന്നുള്ളതാണ്.
ഈ വ്യക്തിയും ഞാനുമായിട്ട് ഇനി വരുന്ന ഒരു ജന്മങ്ങളിലും ഒരു ബന്ധവും വേണ്ട. അവരോട് എനിക്ക് ഒരു ദേഷ്യമോ പിണക്കമോ ഒന്നും തന്നെയില്ല എന്നൊന്ന് പറയുക. അങ്ങനെ പറയുന്നത് മാത്രമല്ല, അങ്ങനെ നിങ്ങൾക്കൊരു ദേഷ്യമോ പിണക്കമോ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങളെ വേദനിപ്പിച്ചവരെ മനസ്സിൽ നിന്ന് വിട്ടേക്കുക. അവർ നിങ്ങളോട് ചെയ്തൊരു കാര്യത്തിൽ നിന്നും പലതും മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വേണമെന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ വേറൊരു ഡയറക്ഷനിലേക്ക് ചിന്തിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഇതുവരെ ചിന്തിച്ചിരുന്ന കാര്യങ്ങളൊക്കെയും മാറ്റിയിട്ട് പുതിയൊരു ഡയറക്ഷനിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. എന്നാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിലൊരു ക്ലാരിറ്റി വരികയുള്ളൂ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.